ആ പ്രതിസന്ധി നടക്കുകയും അവിടെ വെച്ച് പിന്നീട് കരാറുണ്ടാക്കുകയും പിന്നെ ഉംറ ചെയ്യാൻ സംബന്ധിച്ച് സ്വാഭാവിക ഒരുപാട് ആൾക്ക് വിഷമങ്ങളുണ്ടായിരുന്നു വന്നിട്ടുള്ളത്. പക്ഷെ ചെയ്യണമെന്നുള്ളത് പ്രതികാരം ചെയ്യണമെന്ന് ചെയ്യാൻ തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ഒന്നാമത്തെ കരാറുണ്ടാക്കുകയാണ്. ആ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. ആ വ്യവസ്ഥയില് അവർ പ്രത്യേകം ഊന്നി പറഞ്ഞു വിവരിക്കും. കാരണം മക്കാരെല്ലാ വാദങ്ങൾക്കും എന്താണ് സ്വതന്ത്രങ്ങള് അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ അവിടെ പ്രതിപക്ഷ ബഹുമാനത്തോട് കൊടുത്ത എന്താണ് ആ കരാർ പൂർത്തീകരിക്കുകയാണ്. അവരുടെ തന്നെ തീരുമാനങ്ങളായിരുന്നത് ഇവിടെ പരിശീലന നിയമം വെച്ചു മക്കാരെ ആരെങ്കിലും മദീനയിലേക്ക് വരികയോ മുസ്ലിമിന്റെ അരികത്ത് വരികയോ ചെയ്താൽ എന്താണ് ആരെങ്കിലും തിരിച്ചു പറഞ്ഞയക്കണം. അവിടെ പിടിച്ചു വെക്കാൻ അവിടെ കൂട്ടാനോ പാടില്ല. അവരിങ്ങോട്ടില്ല മക്കയിലേക്ക് പറഞ്ഞയക്കണം. അതുപോലെ തന്നെ മദീന നിവാസി മുസ്ലിമിനെ പോലുള്ള ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ പറഞ്ഞേക്കൂല. അവരിവിടെ തന്നെ പിടിച്ചു നിർത്തും. അങ്ങനെ കരാറുണ്ടാക്കി പിന്നീട് അത് വലിയ വിജയത്തിലേക്ക് എത്തിച്ചു. പിന്നെ സ്വാഗതം മക്ക ഫത്വ ഉണ്ടായി ഇവിടെ വന്നു. ആ കരാറിന് ശേഷം വലിയൊരു വിജയം ഉണ്ടാവുകയും ഈ മക്ക അള്ളാഹു മുസ്ലിമെ കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അന്നത്തെ കരാറുണ്ടാക്കിയ സ്ഥലമാണ് ഹുദൈബിയ എന്ന് പറയുന്ന 5 വർഷമായി കിടക്കുന്നത്. 5 സമയത്തേക്ക് നമ്മൾ പള്ളിയെ പറ്റി പറഞ്ഞാൽ തന്നെ പള്ളി ഒരു ദിവസത്തേക്ക് ഒരു പള്ളി എന്നറിയില്ലേ, അതുപോലെ തന്നെ 5 സമയത്ത് ഓടാനുള്ള പള്ളി ഇത്രയും ബസ് കണ്ടില്ല, ബസ് എടുക്കണ്ടില്ല. ഇത്രയും ബസ്സുകൾ ഇത് ഓരോ കമ്പനി ഈ കളർ ഈ കമ്പനിന്റെ ബസ്സാണിത്. ഇത് ഓരോ കമ്പനിന്റെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് ബസ്സുകൾ നിർത്തിയാണ്. ആ സമയത്ത് ഒരു ഓട്ടുണ്ടാവുള്ളൂ. മറ്റൊരിക്കലും ചിതറോട്ടം എല്ലാ ബസ്സുകളും ഓടില്ല. ഇതുപോലെ 100 ആയിരക്കണക്കിന് കമ്പനികളല്ല ബസ്സിന്റെ. ഓരോ കമ്പനിക്കും 25,000 ബസ്, 30,000 ബസ്സാണ്. നമ്മൾ ചെറിയ സാധനങ്ങളല്ല ഇങ്ങനെ കിടക്കുകയാണ് എല്ലാ ഭാഗത്ത് 5 സമയത്ത് ഓടാൻ വേണ്ടി. സ്വാഗതം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അതിലേക്ക് പോയാൽ തിരിച്ചു വന്നതും. ഈ മക്ക ഫത്താൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഹജ്ജും ഉംറയും ചെയ്യാൻ വേണ്ടി ഈ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രയാസങ്ങളും ത്യാഗങ്ങളും പരിശ്രമങ്ങളുമാണ് നമുക്ക് എന്നുള്ള മക്കത്തിന് നല്ല റാഹത്തോടെ വന്ന് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായത്. നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഹജ്ജും ഉംറയൊക്കെ കബൂൽ ചെയ്യട്ടെ. ധാരാളം പ്രാവശ്യം അറബിൽ വരുവാനും ഹജ്ജും ഉംറയൊക്കെ തോഫി നമുക്ക് അധികാരികൾ നൽകുമാറാവട്ടെ. ആമീൻ. എല്ലാ ആപത്തും മുസീബത്തും അവിടെ നിന്നുള്ള നൽകുമാറാവട്ടെ. ആമീൻ.